Okay, the class diffusion process. എന്താണ് ഡിഫ്യൂഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. Diffusion is the process by which charge carriers like electrons or holes in a semiconductor moves from a region of higher concentration to a region of lower concentration. Okay, so നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഒരു 3-dimensional ജോമെട്രിയിലുള്ള ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഓക്കെ, സോ ഇത് പി ടൈപ്പ് ആകാം, എൻ ടൈപ്പ് ആകാം, ഇൻട്രിൻസിക് മെറ്റീരിയൽ ആകാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ മെറ്റീരിയലിലേക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എക്സസ് കാരിയർ ജനറേഷൻ മെത്തേഡിൽ ഡിസ്കസ് ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി കാരിയേഴ്സിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ ഈ സ്പോട്ടിൽ നമ്മൾ വി ഹാവ് എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് ഏതർ ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. സോ ആ ഇഞ്ചക്ഷൻ നടക്കുന്നതിന് മുൻപ് വരെ ഈ ത്രൂ ഔട്ട് ദീസ് സ്പെസിമൻ അവർ ഹോൾ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻസ് വേർ യൂണിഫോം. എല്ലാ പോയിന്റിലും ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ളൊരു കേസാണ് നമ്മൾക്കുണ്ടായിരുന്നത്. അപ്പോഴാണ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന മൊമെൻറ്റിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻറ്റിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മളൊരു എക്സസ് കാരിയേഴ്സിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. സോ ഈ പെർട്ടിക്കുലർ പോയിൻറ്റിൽ നമ്മളൊരു പ്ലോട്ട് വരച്ച് കഴിഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ പോയിൻറ്റിൽ നമ്മളുടെ ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ, എൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x0 എന്ന് പറയുന്ന ഒരു ഹൈ കോൺസെൻട്രേഷൻ, എ ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ് ആർ ഇഞ്ചെക്റ്റഡ് ഇൻ ടു ദിസ് പോയിൻറ്റ്. സോ ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നിയർ ബൈ റീജിയനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ദസ് ഹോൾ റീജിയൻ ഈ പോയിൻറ്റിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു റീജിയനിൽ നിന്ന് മൂവ്സ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻസ് ഉള്ള റീജിയൻസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കാരിയേഴ്സ് മൂവ് ചെയ്യും. ഈ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ പ്രോസസ്സ് is the process by which carriers moves from regions of higher concentration to a region of lower concentrations. A natural process ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യും so as to attain uniform concentration throughout the specimen. So with the time the carriers in the semiconductor diffuse throughout the region so as the concentration is uniform. So ഒരു some interval of time elapse ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടി സി 0 എന്ന് പറയുന്ന മൊമെൻറ്റിലാണ് കാരിയേഴ്സിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷം ഈ ടൈമിന് ശേഷം ഈ ത്രൂ ഔട്ട് ദി സെമി കണ്ടക്ടേഴ്സ് എല്ലാ പോയിൻറ്റിലും ഈക്വൽ കോൺസെൻട്രേഷൻ ആകുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാരിയേഴ്സിനെ അത് സിസ്റ്റം തന്നെ സ്പ്രെഡ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിൽ ആദ്യം പറഞ്ഞതുപോലെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻറ്റിൽ ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ നമ്മൾ എക്സസ് കാരിയേഴ്സിനെ ഈ രീതിയിൽ ഇഞ്ചെക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ അത് ഒരു പൾസ് ഓഫ് കാരിയേഴ്സ് ആണെങ്കിൽ നമ്മൾക്കതിനെ എൻ ഓഫ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻസ് ഈക്വലി വെൽ ഇൻ ഓൾ ഡയറക്ഷൻസിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഈക്വൽ കോൺസെൻട്രേഷൻസിലേക്ക് മാറും. ഓക്കെ, സോ ഇതിനെ ടി ഈസ് ഈക്വൽ ടു T1 ആണ് എടുത്തതെങ്കിൽ ദെൻ വിത്ത് സം അതർ ഡ്യൂറേഷൻ ടി ഈസ് ഈക്വൽ ടു T2 എന്ന് പറയുന്ന അതിനേക്കാൾ കൂടിയൊരു ഡ്യൂറേഷനിൽ നമ്മൾക്ക് അതിൻ്റെ കർവ് പോകുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, സോ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈമിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻസ് ഇങ്ങനെ വേരി ചെയ്ത് ഗ്രാജ്വലി ഈ കോൺസെൻട്രേഷൻസ് ഇങ്ങനെ ഈക്വലായിട്ട് വരുന്ന ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. സോ ടി ഈസ് ഈക്വൽ ടു T3, ദെൻ ഹിയർ ടി ഈസ് ഈക്വൽ ടു T4. ഓരോ കേസിലും ഓരോ ഡിഫറെൻറ്റ് ടൈംസിൽ ഈ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കാരിയർ കോൺസെൻട്രേഷൻസ് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ വിത്തൗട്ട് എനി എനി എക്സ്റ്റേണൽ ഏജൻസി, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാതെ വിത്തൗട്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ വോൾട്ടേജ് ഓർ ഇലക്ട്രിക് ഫീൽഡ് വിത്തിൻ ദ സെമി കണ്ടക്ടർ ഈ കാരിയേഴ്സിൻ്റെ മോഷൻസ് ആൻഡ് ദെർബൈ കാരിയേഴ്സിൻ്റെ കറണ്ട് സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ പ്രോസസ്സ് കൊണ്ട്
ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ് us derive the expression for the diffusion current density. ഡിഫ്യൂഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിനെ നമ്മളൊരു 2 ഡയമെൻഷണൽ ജോമെട്രി ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഗ്രാഫ്, നമ്മൾ ആദ്യം വരച്ച ഗ്രാഫിൻ്റെ ഒരു സ്ട്രക്ചർ n of x as x tends to ഇൻഫിനിറ്റി ഓർ എക്സ് ഈസ് ഇൻക്രീസിങ്, എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഈ രീതിയിലായിരിക്കും. നമ്മൾക്ക് ഉള്ള ടോട്ടൽ റീജിയന് ഒരു സ്മോൾ സ്ട്രിപ്സ് ആയിട്ട് നമ്മൾ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾക്ക് ഇങ്ങനെ ഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് സ്മോൾ ഇൻ്റർവെൽസ് എക്സ് വരുന്ന രീതിയിൽ ഒരു സ്ട്രിപ്സ് ഉണ്ട്. ഈ ഓരോ സ്ട്രിപ്സിനെയും നമുക്ക് ഡിസ്റ്റൻസ് നമുക്ക് ഡെൽറ്റ എക്സ് എന്ന് എടുക്കുന്നു വിചാരിക്കാം. ഓക്കെ, നൗ ഓരോ പോയിന്റിലുമുള്ള ക്യാരീസിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എൻ്റെ മീഡിയൻ പോയിൻ്റായിട്ട് വരുന്ന പോയിന്റിൽ ഓരോ കേസിലും നമുക്ക് ഒരു ആവറേജ് കോൺസെൻട്രേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഓരോ കോൺസെൻട്രേഷൻ്റെയും ലോക്കസ് ആണ് നമ്മളുടെ എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ ഡിഫ്യൂഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന കാരിയർ ട്രാൻസ്പോർട്ടിൻ്റെ എനർജി എന്ന് പറയുന്നത് റാൻഡം തെർമൽ മോഷൻ ആയിരിക്കും. ഓക്കെ, സോ റാൻഡം തെർമൽ മോഷൻ എന്നാണ് നമുക്കറിയാം. ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുള്ള തെർമൽ എനർജി യൂട്ടിലൈസ് ചെയ്ത് ക്യാരിയേഴ്സ്, ഇലക്ട്രോൺസ് ഓർ ഹോൾസ് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ തെർമൽ മോഷൻ എന്ന് പറയുന്നത്. സോ ഡ്യൂറിങ് ദിസ് തെർമൽ മോഷൻ വൺ മോളിക്യൂൾ ഓർ വൺ ഇലക്ട്രോൺ മേ കൊളൈഡ് വിത്ത് അനദർ ഇലക്ട്രോൺ ആൻഡ് ഡൂയിങ് സോ ദ ഫസ്റ്റ് ഇലക്ട്രോൺസ് മേ ഗെറ്റ് എ റിട്ടേൺ ജേർണി. സോ നമുക്ക് ഇൻ ആൻഡ് അറൗണ്ട് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് ഈ ക്യാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി ഇൻ റാൻഡം പൊസിഷനിലായിരിക്കും ആ ക്യാരിയേഴ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ക്യാരിയേഴ്സ് മോഷൻ ആയിട്ട് നമുക്ക് റാൻഡം മോഷനായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടേംസ് ഇവിടെ ഡിഫൈൻ ചെയ്യണം. ഒരു ഇലക്ട്രോൺ മറ്റൊരു ഇലക്ട്രോണായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ബിറ്റ്വീൻ കൊളീഷൻസിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ കൊളീഷൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, മീൻ ഫ്രീ പാത്ത് എന്ന് പറയും. സോ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് എ ടേം എൽ ബാർ ഈസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. ഓക്കെ, മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഇലക്ട്രോൺ ബിഫോർ ദ സക്സസീവ് കൊളീഷൻസ് ഓർ കൺസിക്യൂട്ടീവ് കൊളീഷൻസ്. രണ്ട് കൊളീഷൻസിനിടയ്ക്ക് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അതുപോലെ ടി ബാർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ദാറ്റ്സ് ഓൾസോ നോൺ ആസ് മീൻ ഫ്രീ ടൈം ബിറ്റ്വീൻ കൊളീഷൻസ്. മീൻ ഫ്രീ ടൈം ബിറ്റ്വീൻ കൊളീഷൻസ്. രണ്ട് കൊളീഷൻസിനിടയ്ക്ക് ഉള്ള ടൈമിനെയാണ് നമ്മൾ മീൻ ഫ്രീ ടൈം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞു രണ്ട് ഡിഫറൻഷ്യൽ ലെങ്ത് ഉള്ള ഡിഫറെൻറ്റ് സ്ട്രിപ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ സ്ട്രിപ്സ് എന്ന് പറയുന്നത് ഈ രീതിയിൽ വരുന്ന ഒരു ഒളിയം ബോക്സാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് നമുക്ക് ഒരു തിൻ പേപ്പർ പോലെയുള്ള ഒരു ഷീറ്റാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഡെൽറ്റ എക്സ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ അസ്യൂംഷൻ ഉണ്ട് ഡെൽറ്റ എക്സ് നമ്മളുടെ സ്ട്രിപ്സിൻ്റെ ഡിഫറൻഷ്യൽ ലെങ്ത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ മീൻ ഫ്രീ പാത്ത് ലെങ്ത്ത് എൽ ബാർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. സോ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എൽ ബാർ എന്ന ഒരു അസംഷൻ നമ്മളിവിടെ ഡെറിവേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ സ്ട്രിപ്സിൻ്റെ ഏരിയ ആയിട്ട് വരുന്ന ഈ ബോട്ടം പോർഷൻസ് അല്ലെങ്കിൽ ഈ ഏരിയ ആയിട്ട് വരുന്ന പോർഷൻസിന് നമ്മൾ അതിൻ്റെ ഏരിയ എ എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ദാറ്റ് ഈ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ട്രിപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത്, വോളിയം ഓഫ് എ പർട്ടിക്കുലർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്, which is equal to A into നമ്മളുടെ ലെങ്ത് എൽ ബാർ ആണ്. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ ബോക്സിൻ്റെ വോളിയം ഒരു ഡിഫറൻഷ്യൽ വോളിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ ഇൻറ്റു എൽ ബാർ ആണ്, വാട്ട് എവർ ബി ദ ഏരിയ. ഓക്കെ, സോ ഫോർഗെറ്റ് അബൌട്ട് ദ പാരാമീറ്റർ എ, വാട്ട് എവർ ഇറ്റ്സ് വാല്യൂ, നമുക്ക് എ എന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് രണ്ട് പെർട്ടിക്കുലർ സ്ട്രിപ്പിനെ മാത്രം എടുത്ത് നമ്മളിവിടെ റീഡ്രോ ചെയ്യുകയാണ് ഫോർ ദ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ ഡെറിവേഷൻ പ്രോസസ്സ്. സോ ഈ ഡിസ്ട്രിബ്യൂഷൻസിനെ നമ്മൾ ആ പെർട്ടിക്കുലർ സ്ട്രിപ്പ് മാത്രം എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ട്രിപ്പുണ്ട്. ഓക്കെ, ഇവിടെ വേറൊരു സ്ട്രിപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ പോയിന്റിലാണ് നമ്മളുടെ ഫങ്ഷൻ എൻ ഓഫ് എക്സ് പോകുന്നത്. ഓക്കെ, സോ ഈ പോയിന്റിലുള്ള കോൺസെൻട്രേഷൻ നമ്മൾ N1 ഓഫ് എക്സ് എന്നും
ഈ പോയിന്റിലെ കോൺസെൻട്രേഷൻ നമ്മൾ N2 ഓഫ് എക്സ് എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. സിംപ്ലി N1 എന്നും N2 എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, സോ രണ്ട് റീജിയൻസ്, ഇത് രണ്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ആണ്. ആ റീജിയൻസ് തമ്മിലുള്ള ബൗണ്ടറിയെ നമ്മൾ x0 എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ഓരോ സ്ട്രിപ്പിൻ്റെയും ഈ ഡിഫറൻസ്, ഈ ലെങ്ത് എന്ന് പറയുന്നത് L ബാർ ആണ്. സോ ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് x0 മൈനസ് L ബാർ ആയിരിക്കും. ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് x0 പ്ലസ് L ബാർ ആയിരിക്കും. ഓക്കെ, നൗ ഈ ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ N1 എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. ഓക്കെ, സോ N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയമാണ്. സോ അതുപോലെ വോളിയം 2 ഇത് 1 ആണ്, ഇത് വോളിയം 2 ആണ്. വോളിയം 2വിലെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് N2 ആണ്. നമുക്കറിയാവുന്ന കോൺസെപ്റ്റാണ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം N1 ആൻഡ് N2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൺ ആൻ ആവറേജ് നമുക്കിവിടെ വേറൊരു അസംഷനുണ്ട്. x0 എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ ഈ ബോർഡറിൽ കൂടി, ഈ ബോർഡർ പ്ലെയിനിൽ കൂടി ട്രാവൽ ചെയ്യുന്നത്, ഈ ബോർഡർ പ്ലെയിനിൽ കൂടി ട്രാവൽ ചെയ്യുന്ന കോൺസെൻട്രേഷൻ, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വോളിയം 1ൽ നിന്ന് ടോട്ടൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ്റെ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഹാഫ് റൈറ്റ് സൈഡിലേക്കും അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻസിലേക്കും ഹാഫ് ഓഫ് ദ ടോട്ടൽ ഇലക്ട്രോൺസ് വിൽ മൂവ് ദിസ് ഡയറക്ഷൻ ആൻഡ് ഹാഫ് ഓഫ് ദ ടോട്ടൽ ഇലക്ട്രോൺസ് വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ ഇൻ എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം. ഓക്കെ, സോ ഈ 1 വോളിയത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം വാട്ട് എവർ ഇറ്റ് മേ ബി, ഹാഫ് ഓഫ് ദം വിൽ മൂവ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്, ഹാഫ് ഓഫ് ദം വിൽ മൂവ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ്. സോ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ t ഈക്വൽ ടു ടി ബാർ എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിൽ മീൻ ഫ്രീ ടൈമിൽ നമ്മൾ അസ്യൂം ചെയ്യും ഹാഫ് ഓഫ് ദ ഇലക്ട്രോൺസ് ഫ്രം വോളിയം 1 will cross the boundary x0 in positive direction. Half of the electrons in volume 1 will cross the boundary plane x0 in the positive direction. അതുപോലെ half of the electrons from volume 2വിലെ ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ പകുതി x0 എന്ന് പറയുന്ന ബൗണ്ടറിയെ വിൽ ക്രോസ് the boundary plane x0 in negative direction or minus x direction. So half will move from volume 1 to positive direction, half from region or volume 2 will move in the backward direction or negative x-axis direction. Okay, so total number of electron crossing the region എന്ന് പറയുന്നത് so number of electrons crossing the boundary plane at x is equal to x0 is half from volume 1 minus half from volume 2. ഈ കൺസെപ്റ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ വോളിയം 1ൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വോളിയം 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രോൺ കോൺസെൻട്രേഷൻസ് ഈസ് N1 ഇൻറ്റു ഇറ്റ്സ് വോളിയം 1 എന്ന് പറയുന്നത് A ഇൻറ്റു L ബാർ ആണ്. സോ ഇറ്റ് ഈസ് A ഇൻറ്റു L ബാർ. അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വോളിയം 2 എന്ന് പറയുന്നത് N2 ഇൻറ്റു സെക്കൻഡ് റീജിയൻ്റെ വോളിയം A ഇൻറ്റു L ബാർ. ഓക്കെ, സോ അടുത്തടുത്ത രണ്ട് സ്ട്രിപ്പ് ആയതുകൊണ്ട് രണ്ടിനും സെയിം വോളിയം ആയിരിക്കും നമ്മളുടെ അസംഷൻസിൽ ഉള്ളത്. സോ വി ക്യാൻ സേ N1 A E bar and L bar and N2 A L bar are the electrons concentration or total electrons in volume 1 and volume 2. So what we can write here is number of electrons crossing x0 is equal to half into N1 A L bar minus half into N2 A L bar, which is equal to half into
A into L bar into N1 minus N2. Half A L bar constant പുറത്തെടുത്ത N1 minus N2 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നൗ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് n ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എൽ ബാർ ഇൻറ്റു N1 മൈനസ് N2 ഡിവൈഡഡ് ബൈ എ വരും, വിച്ച് എ ആൻഡ് ക്യാൻസൽ ആവും. ബാക്കി വരുന്ന ടേംസ് എന്ന് പറയുന്ന ഹാഫ് ഇൻറ്റു എൽ ബാർ ഇൻറ്റു N1 മൈനസ് N2. ഓക്കെ, നൗ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രോസിംഗ് the plane x equal to x0, crossing the plane x equal to x0 per unit area in unit interval, per area in unit time or unit interval of time is equal to half into L bar into N1 minus N2 divided by നമ്മളുടെ ടൈം t bar, mean free time t bar എന്ന് പറയുന്ന പാരാമീറ്റർ. സോ ദാറ്റ് ഈസ് വാട്ട് വി റെഫർ ഹിയർ ആസ് phi n of x0, which is nothing but electron flux density. നമ്മൾ ഇനി മുതൽ ഇതിനെ ഇലക്ട്രോൺ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്രോസിംഗ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, അതിന് പറയുന്ന പേരാണ് ഫ്ലക്സ് ഡെൻസിറ്റി, ആൻഡ് ഈസ് ഗിവൺ ബൈ ഹാഫ് L bar divided by T bar into N1 minus N2. Okay, so ഇതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പാസിംഗ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം ഓർ ഇലക്ട്രോൺ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന ടേം. നൗ നമ്മളുടെ ഡെറിവേഷൻ്റെ കോൺസെപ്റ്റ് നമുക്കറിയാം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് ആണ്. Okay, so f of x plus dx or delta x, f of x plus delta x divided by minus f of x divided by delta x ആണ് നമ്മളുടെ ഡെറിവേറ്റീവിൻ്റെ ഫംഗ്ഷൻ. സോ ഇവിടെ നമ്മളുടെ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എൽ ബാർ എന്ന് പറയുന്ന ഒരു അസംഷൻ ഉണ്ട്. സോ നമ്മളുടെ ഫൈ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഫൈ എൻ ഓഫ് x0 എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ബാർ ബൈ 2t bar into N1 minus N2 ആണ്. സോ നമ്മളുടെ സ്ട്രിപ്പ് എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തെ സ്ട്രിപ്പ്. ഇവിടെയാണ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ N of x എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളുടെ സെക്കൻഡ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ N2 എന്ന് പറയുന്നത്. സോ ഇതാണ് എക്സ് ഈസ് ഈക്വൽ ടു x0 എന്ന് പറയുന്ന പോയിൻ്റ്. ദെൻ ഈ പോയിന്റിലെ ഫസ്റ്റ് റീജിയനിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷന് നമുക്ക് എൻ ഓഫ് എക്സ് എന്നും സെക്കൻഡ് റീജിയനിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇവിടുത്തെ ഇലക്ട്രോൺ കോൺസെൻട്രേഷന് എൻ ഓഫ് എക്സ് എന്നും ഈ റീജിയനിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷന് എൻ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നും എഴുതിയാൽ ഈ ഡിഫറൻസിനെ നമുക്ക് ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഫൈ എൻ ഓഫ് x0 ഈസ് ഈക്വൽ ടു എൽ ബാർ ഡിവൈഡ് ബൈ 2t bar ഇൻറ്റു N1 or n of x minus n of x plus delta x. ഓക്കെ എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളുടെ ഡിഫറൻഷ്യൽ ഫോർമുലയിലേക്ക് കൊണ്ടുവരാനായിട്ട് എൽ ബാർ ഡിവൈഡഡ് ബൈ 2t bar ഇൻറ്റു സിൻസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇവിടെ തിരിച്ചാണ് കിടക്കുന്നത്. സോ ഐ എം ടേക്കിംഗ് എ മൈനസ് ഔട്ട് സൈഡ് സോ ദാറ്റ് ദിസ് ബിക്കം എൻ ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എൻ ഓഫ് എക്സ് divided by, I am introducing a division by delta x. Then to cancel that I should write here a delta x, but delta x is what? L bar, so I am writing here L bar. So this formula become minus L bar square divided by 2t bar into n of x plus delta x minus n of x divided by delta x, which is equal to minus L bar square divided by 2t bar into n of x plus delta x minus n of x divided by delta x എന്ന് നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു d by dx of n of x. That is electron concentration in unit interval of time per unit area or electron crossing in unit or electron traveling in unit interval in unit through unit area is given by minus L bar square divided by 2t bar
into d by dx of n of x. Okay, so d by dx of n of x എന്ന് പറയുന്നത് rate of change of concentration in per distance ആണ്. Okay, so this electron concentration passing unit area unit interval time is depends on or is proportional to concentration gradient. So electron crossing per unit area per unit interval എന്ന് പറയുന്ന parameter which is proportional to the concentration gradient or a change in concentration. So the more the concentration difference, more will be the flow of electrons. Okay, so നമ്മൾ പറഞ്ഞ phi n of x0 എന്ന് പറയുന്ന equation എന്ന് പറയുന്നത് minus L bar square divided by 2t bar into d by dx of n of x ആണ്. ഈ ടേമിൽ എൽ ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ 2t ബാറിന് നമുക്ക് ഡി എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ മൈനസ് ഓഫ് ഡി എൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. വേർ ഡി എൻ ഈസ് നോൺ ആസ് ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്. ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റ്. Okay, so electron diffusion coefficient എന്ന് പറയുന്നത് depends upon the mean free length and the mean free time. Okay, so minus L bar square divided by T bar. Okay, meter square per second or diffusion coefficient എന്ന് പറയുന്ന ടേം ആണ് ഓരോ കാരിയേഴ്സും. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിൻ്റെ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആയിരിക്കില്ല ഹോൾസിന് ഉണ്ടാവുക. സോ ജനറലായിട്ട് ഈ നമ്മളുടെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺ പാസിങ് ഇൻ യൂണിറ്റ് ഏരിയ യൂണിറ്റ് ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറയുന്നത് ആ ക്യാരിയേഴ്സിൻ്റെ നേച്ചറിനനുസരിച്ചായിരിക്കും. ദെൻ അതിൻ്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനനുസരിച്ചായിരിക്കും. ദെൻ വാട്ട് ഡസ് ദിസ് മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഹിയർ ഈസ് ഓൾവേസ് ദിസ് electron diffusion or process of diffusion is in the direction of decreasing concentration of carriers ലായിരിക്കും. ഓക്കെ, അതാണ് ഈ മൈനസ് സൈൻ കൊണ്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ phi n of x എന്ന് പറയുന്ന ഒരു ജനറൽ ഫോർമുലയ്ക്ക് നമ്മൾ കൊണ്ടുവന്ന phi n of x എന്ന് പറയുന്നത് മൈനസ് ഡി എൻ ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് ആയിരിക്കും. അതുപോലെ ഹോൾ ഡിഫ്യൂഷൻ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മൈനസ് ഡി പി d by dx of p of x എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ദീസ് ആർ വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ്. phi n of x മൈനസ് ഡി എൻ ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് ആൻഡ് phi p of x is മൈനസ് ഡി പി ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ദെൻ നമ്മൾക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ phi n of x എന്ന് പറയുന്നത് വാട്ട് ഈസ് phi n of x ആക്ച്വലി ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ഏരിയ പെർ ടൈം. ഓക്കെ, സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ ഏരിയ പെർ ടൈം. ഈ phi n of എക്സിനെ നമ്മൾ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ phi n of x ഇൻറ്റു ചാർജ് ഓഫ് വാട്ട് എവർ ബി ദ കാരിയർ. ഇലക്ട്രോൺസ് ആണെങ്കിൽ മൈനസ് ക്യൂ എന്നും ഹോൾസ് ആണെങ്കിൽ പ്ലസ് ക്യൂ ആണെങ്കിലും ഇവിടെ കിട്ടുന്ന ഈ പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം വിച്ച് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് total charge passing that area divided by a divided by time ആണ്. ഓക്കെ, സോ ഇതിൽ തന്നെ ടോട്ടൽ ചാർജ് ഡിവൈഡ് ബൈ ചാർജ് ട്രാൻസ്പോർട്ട് ത്രൂ ആൻ ഏരിയ ഇൻ ടൈം, ദാറ്റ് ഈസ് ചാർജ് ബൈ ഏരിയ ഈസ് അവർ current in ampere divided by area in meter square. Okay, so what you will say, current by area is equal to I by A. I by A is nothing but the current density J, current density. Okay, so d phi n of x നെ നമ്മൾ ക്യാരിയറിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന പാരാമീറ്റർ അല്ലെങ്കിൽ ടേം എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി ആയിട്ട് മാറും. സോ ദ പ്രോസസ് ഓഫ് phi n of എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്ന ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഡി എൻ ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് ആണ് ഫോർ ഹോൾസ് ഇലക്ട്രോൺസ്, ആൻഡ് ഫോർ ഹോൾസ് phi p of x എന്ന് പറയുന്നത് മൈനസ് ഡി പി ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ആണ്. ഓക്കെ, സോ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി ഡ്യൂ ടു ഇലക്ട്രോൺസ് ഓർ ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഈ പാരാമീറ്റർ നമ്മൾ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ മൈനസ് ഡി എൻ ഇൻറ്റു ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ക്യൂ ആണ് ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ദെൻ മൈനസ് ഇൻറ്റു മൈനസ് ബിക്കം പ്ലസ് dn q into
d by dx of n of x. അതുപോലെ ഹോൾ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ജെ പി ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഡി പി ഇൻറ്റു ചാർജ് ഓഫ് ഹോൾ വിച്ച് ഈസ് പ്ലസ് ക്യൂ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി പി മൈനസ് ക്യൂ ഡി പി ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ്. സോ നമ്മളുടെ കറണ്ട് ഡെൻസിറ്റിയുടെ ഫോർമുല കിട്ടി. ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡി എൻ ഇൻറ്റു ക്യൂ ഇൻറ്റു ഓർ ക്യൂ ഡി എൻ ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് ആണ്. ആൻഡ് ഹോൾ കറണ്ട് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് ഡെൻസിറ്റി എന്ന് പറയുന്നത് മൈനസ് ക്യൂ ഡി പി ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ആണ്. Then check out the change in sign in current density due to electrons and holes. Current density due to hole is in the positive, is plus. That means d by dx of n of x is always in the direction of what you say a decreasing concentrations. Electron in the ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പാരാമീറ്റർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷനിൽ വരുന്നത്. സോ വാട്ട് എവർ ബി ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഹോൾ ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും. സോ ഹോൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഹോളിൻ്റെ കറണ്ട്. ബട്ട് ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവിടുത്തെ ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഓക്കെ, സോ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എൻ ഇലക്ട്രിക് ഫീൽഡ് വി ക്യാൻ എക്സ്പെക്ട് ടു കൈൻഡ്സ് ഓഫ് ഇലക്ട്രോൺ മോഷൻ. വൺ ഈസ് ഡ്രിഫ്റ്റ് മോഷൻ ആൻഡ് അനദർ ഈസ് ഡിഫ്യൂഷൻ മോഷൻ. സോ ടോട്ടൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ നമ്മൾ എടുത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ കൂടിയുള്ള ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ജെ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത് ജെ എൻ ഡ്രിഫ്റ്റ് പ്ലസ് ജെ എൻ ഡിഫ്യൂഷൻ ആയിരിക്കും. നമുക്കറിയാവുന്നതാണ് ജെ എൻ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യൂ എൻ മ്യൂ എൻ ഇൻറ്റു ഇ പ്ലസ് നമ്മളിപ്പോൾ പഠിച്ച ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഫോർമുല ഡി എൻ ക്യൂ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ്. സോ ഫങ്ഷണലിലെ ഫോമിലേക്ക് വരുമ്പോൾ ഇതിനെ നമുക്ക് ക്യൂ ഇൻറ്റു എൻ ഓഫ് എക്സ് ഇൻറ്റു മ്യൂ എൻ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ഡി എൻ ഇൻറ്റു ക്യൂ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എൻ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് അവർ ഇലക്ട്രോൺ current density, total electron current density within a semiconductor, okay, due to the effect of drift and diffusion. അതുപോലെ ഹോൾസിൻ്റെ കറണ്ട് ഡെൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് ജെ പി ഡ്യൂ ടു ഡ്രിഫ്റ്റ് പ്ലസ് ജെ പി ഡ്യൂ ടു ഡിഫ്യൂഷൻ ആയിരിക്കും. സോ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു പി ഓഫ് എക്സ് ഇൻറ്റു മ്യൂ പി ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് അല്ല മൈനസ് ഡി പി ഇൻറ്റു ക്യൂ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് പി ഓഫ് എക്സ് ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ ടോട്ടൽ ഇലക്ട്രോൺ കറണ്ട് ആൻഡ് ഹോൾ കറണ്ട് വിത്തിൻ എ സെമി കണ്ടക്ടർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വാട്ട് ഈസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആൻഡ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടുമുള്ള ഒരു സിറ്റുവേഷനിൽ ടോട്ടൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരു കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ഈ രണ്ട് ഫോമുല ഉപയോഗിച്ചായിരിക്കും. സോ ഒരു ഡിഫ്യൂഷനും ഡ്രിഫ്റ്റുമുള്ള കേസിൽ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഡിഫ്യൂഷനും ഡ്രിഫ്റ്റുമുള്ള കേസിൽ ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത് അഡിറ്റീവ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഡ്രിഫ്റ്റ് കറണ്ടും ഡിഫ്യൂഷൻ കറണ്ടും ആഡ് ചെയ്ത് വരുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് രണ്ടും മൂവ് ചെയ്യുന്നത് ഒരേ ഇൻഫ്ലുവൻസിലാണെങ്കിലും ഇലക്ട്രോണിൻ്റെ ഡിഫ്യൂഷൻ കറൻ്റെയും ഡ്രിഫ്റ്റ് കറൻ്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിലായിരിക്കും. ദേ വിൽ ഗെറ്റ് ആഡഡ്. വൈൽ ഡിഫ്യൂഷൻ കറണ്ട് ഡ്രിഫ്റ്റ് കറണ്ടും ഇൻ കേസ് ഓഫ് ഹോൾസിൽ അത് സബ്ട്രാക്റ്റീവ് നേച്ചറിലായിരിക്കും. അതായത് ഡിഫ്യൂഷൻ കറണ്ടിൽ നിന്ന് ഡ്രിഫ്റ്റ് കറണ്ടിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടുത്തെ ഡിഫ്യൂഷൻ കറണ്ട് ഡ്യൂ ടു ഹോൾസ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ വൺ മോർ തിങ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി ടു ഹോൾസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ എൻ ഓഫ് എക്സ്, ബട്ട് ഡിഫ്യൂഷൻ കറണ്ട് ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഗ്രേഡിയൻ്റ് ഇൻ വാട്ട് ഈസ് എ കോൺസെൻട്രേഷൻ. സോ കോൺസെൻട്രേഷനിലുള്ള ചേഞ്ചിനനുസരിച്ചാണ് നമ്മൾക്കിവിടെ
ഡിഫ്യൂഷൻ കറണ്ട് ഇക്വേഷൻ വരുന്നത് കോൺസെൻട്രേഷൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ അനുസരിച്ചാണ് ഇവിടെ നമുക്ക് ഡ്രിഫ്റ്റ് കറണ്ട് വരുന്നത്. സോ സംടൈംസ് സെമി കണ്ടക്ടർ മെറ്റീരിയലിലെ ഡ്രിഫ്റ്റ് കറണ്ടിനേക്കാൾ കൂടുതലായിട്ടുള്ള ഡിഫ്യൂഷൻ കറണ്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, വെയറിൻ വി ഹാവ് എ ലാർജ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്. സോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കൂടുതലായിട്ട് വരുന്ന കേസിൽ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് കറണ്ടിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന കേസസും നമുക്ക് സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, സോ ദീസ് ആർ the important terms and revisions for related to the diffusion process in a semiconductor.